വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്കൊരു ദിവസം കൂടി കർത്താവ് ദാനമായിട്ട് തന്നു. ഈ ആഴ്ചയിലും ഇന്നലെ നമ്മൾ കർത്താവിൻ്റെ ഞാൻ അറിയുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേൾക്കുവാനിടയായി. ഇന്ന് ഞാൻ മറ്റൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തീയ ജീവിതം എന്നാൽ അത് സ്നേഹത്തിൻ്റെ ജീവിതമാണെന്ന്. അപ്പോൾ ആ സ്നേഹം നമ്മുടെ മാനുഷികമായ സ്നേഹമല്ല, അത് അഗപ്പേ സ്നേഹം, ദൈവികമായ സ്നേഹത്തിൽ നിന്ന് വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കൂടാതെ അത് കഴിയുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുക. അതിന് ആധാരമായിട്ട് ഞാൻ വായിക്കുന്നത് എഫേസ്യ ലേഖനം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. നീണ്ട പോകാൻ സാധ്യതയുണ്ട്, പക്ഷേ ഞാൻ വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുക. അവിടെ വായിക്കുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വര നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരുടെ കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും. അപ്പോൾ ഞാൻ അവിടെ പറ്റി വായിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുക. ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ദൈവസ്നേഹം ആസ്വദിക്കുന്നവരാണ്, അനുഭവിച്ചവരാണ്. അങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഇന്ന് ദൈവമക്കളായി തീരാൻ കഴിയില്ലല്ലോ. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇന്നും ഈ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തെ അറിയുവാൻ കഴിഞ്ഞോ എന്നുള്ളതാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് ഇന്നലെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി അല്പമായിട്ട്. ഇവിടെ നമ്മൾ ദൈവസ്നേഹം അത് നമ്മുടെ പരിജ്ഞാനത്തെ കവിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ അറിവിനപ്പുറമുള്ള ഒരു വലിയ കാര്യമാണ് ഈ ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തെ നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്കും അത് പകരാനായിട്ട് കഴിയും. എന്നാൽ അതിനെ ഒന്ന് വർണ്ണിക്കാൻ കഴിയുമോ? കാരണം അവിടെ പറഞ്ഞ എന്തുവാ, അതിൻ്റെ വീതി, നീളം, ഉയരം, ആഴം അത് ഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ വീതി, നീളം, ഉയരം, ആഴം അത് ഗ്രഹിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് അളവില്ലാത്ത സ്നേഹമാണ്, അത്ര വലിയ സ്നേഹമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 1 യോഹന്നാൻ 3:1 അവിടെ വായിക്കുന്നത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ എത്ര വലിയ സ്നേഹം നൽകിയത് കൊണ്ടാണ് നമ്മൾ ആരായിത്തീർന്നേ? ദൈവമക്കളായി തീർന്നത്. അപ്പോൾ നമ്മൾ ജനനത്താലേ ഇവിടെ ആരായിട്ട് ജനിച്ചേ? ഒരു രീതിയിൽ പറഞ്ഞാൽ പാപത്തിൽ ജനിച്ചതുകൊണ്ട് പിശാചിൻ്റെ മക്കളെന്നായിരുന്നു നമ്മളുടെ പേര്. നമ്മൾ ചിന്തിക്കുക. അപ്പോൾ പിശാചിൻ്റെ മക്കളെന്ന ആ പദവിയിൽ നിന്നും നമ്മളെ ദൈവമക്കളാക്കി തീർത്തു. മറ്റു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഇരുട്ടിൻ്റെ മക്കളായിരുന്നു, ഇരുട്ടിലായിരുന്നു. നമ്മൾ കൊളോസ്യർ 1:12-13 വായിക്കുമ്പോൾ നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു, ആ അത്ഭുത പ്രകാശത്തിലാക്കി വെച്ചു. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ എത്ര വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വർണ്ണിക്കാനായിട്ട് കഴിയില്ല. എത്ര വർണ്ണിച്ചാലും നമുക്ക് ലഭിച്ച ആ സ്നേഹത്തെ നമുക്ക് വർണ്ണിച്ച് തീർക്കാൻ കഴിയില്ല. ദൈവസ്നേഹത്തെ വർണ്ണിക്കാനായിട്ട് അനേക വിശുദ്ധന്മാർ അല്ലെങ്കിൽ വേദജ്ഞാനികളെന്ന് പറയുന്നത് അത് ദൈവസ്നേഹത്തെ വർണ്ണിക്കാൻ നോക്കിയാൽ അത് ഈ ആകാശവിധാനം മുഴുവനും പേപ്പറായി തീർന്നാലും, കടലിലെ വെള്ളം മുഴുവനും മഷിയായി തീർന്നാലും, വനത്തിലെ വൃക്ഷങ്ങളെല്ലാം പേനയായി ഉപയോഗിച്ചാലും നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അത്രമാത്രം സ്നേഹമാണ്. അപ്പം നമ്മൾ ചിന്തിക്കുക,
അപ്പോൾ നമ്മളിവിടെ ദൈവസ്നേഹത്തിൻ്റെ വീതി, നീളം, ഉയരം, ആഴം എന്നിവ നമ്മൾ ഗ്രഹിക്കണം എന്ന പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്. അതെ, നമ്മളെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഏറ്റവും അധികമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് സ്നേഹത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച്. നമ്മുടെ ദൈവം സ്നേഹമാണെന്ന് 1 യോഹന്നാൻ 4:8 16 എടുത്തു പറയുന്നുണ്ട്. ദൈവം സ്നേഹം തന്നെ. അപ്പം ആ ദൈവത്തിൻ്റെ സ്നേഹം ദൈവം നമുക്ക് തന്നിരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ലഭിച്ച ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ക്രൂശ്, കാൽവരി. നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ആ സ്നേഹത്തെ നമ്മൾ ഇന്നും അറിയുന്നുണ്ടോ? അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാവുന്ന ഒരു പരിധി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. കാരണം കർത്താവ് തന്നെ ശിഷ്യന്മാരെ അയക്കും പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ഈ വിശേഷം അറിയിക്കുക. അപ്പോൾ ഈ സ്നേഹം ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തുന്ന അതിൻ്റെ വീതിയായിട്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കണക്കാക്കാം. ഇതൊന്നും അല്ല കേട്ടോ ദൈവസ്നേഹം. വീണ്ടും നമ്മൾ ചിന്തിക്കുമായിരുന്നു നീളം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല നിത്യത മുതൽ വരുംകാല നിത്യത വരെയുള്ള സ്നേഹമാണ്. കാരണം നമുക്കറിയാം, യിരെമ്യാവ് 31:3 വായിക്കുന്നത് ദൈവം തന്നെ പറയുന്നു, ഞാൻ നിന്നെ നിത്യസ്നേഹത്താൽ സ്നേഹിച്ചു. നിത്യസ്നേഹമാണ്. ആ സ്നേഹത്തിന് യാതൊരു രീതിയിലും ഭംഗം വരുത്തില്ല, കുറവുണ്ടാകത്തില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് ആ സ്നേഹത്തെ കുറച്ച് കളയാൻ കഴിയില്ല. ദൈവസ്നേഹം കഴിഞ്ഞകാല നിത്യത മുതൽ അതിൻ്റെ നീളമാവട്ടോ, വീതി ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയാണെങ്കിൽ നീളം കഴിഞ്ഞകാല നിത്യത മുതൽ വരുംകാല നിത്യത വരെയാണ്. ഇനി അതിൻ്റെ ഉയരമോ നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ ഉയരം സ്വർഗത്തോളം എന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിന്നും നമുക്കറിയാം, നമ്മളെ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ കർത്താവിനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ എഫേസ്യർ 2:6-7 വാക്യങ്ങളിൽ വായിക്കുന്നത്. ചിന്തിക്കുക, നമ്മുടെ കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പം സ്വർഗത്തോളം നമ്മൾ ചിന്തിക്കണമേ, ആ മഹാസ്നേഹം നമ്മളെ രക്ഷിച്ചു. എഫേസ്യർ 2:4 ആ മഹാസ്നേഹം. അങ്ങനെ ഒരു സ്നേഹത്തെക്കുറിച്ച് മറ്റൊരിക്കലും ആരുടെയും സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ആ സ്നേഹം നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ സ്വർഗത്തോളം ഉയർത്തുന്ന സ്നേഹം. ഈ സ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കാൻ കഴിയും ദൈവമക്കളെ? എങ്ങനെ വർണ്ണിക്കാൻ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ സ്വർഗത്തോളം നമ്മളെ ഉയർത്തുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരേ ഒരു വ്യക്തി ഈ ലോകത്തിൽ കേട്ടുകേൾവി പോലും ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. കർത്താവ് പറഞ്ഞല്ലോ യോഹന്നാൻ 6:38, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു, എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ. നോക്കണം, അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ, ഉയരത്തിൽ നിന്നും വന്നവൻ എന്ന് നമ്മൾ യോഹന്നാൻ 8:23 യോഹന്നാൻ 3:31 വായിക്കുന്നുണ്ട്. ഉയരത്തിൽ നിന്നും. അപ്പോൾ ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നോളം നമ്മളെ ഉയർത്തുവാൻ തക്കവണ്ണം. അപ്പോൾ ആ സ്നേഹം എന്ത് ചെയ്യുന്നു? അത് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് സ്വർഗത്തോളമാണ്. ചിന്തിക്കുക, നമ്മൾ ഭാവന ചെയ്യുന്നതൊക്കെ എത്രയോ അപ്പുറമുള്ള കാര്യമാണ്. എങ്ങനെ നമുക്കിതൊന്ന് ഗ്രഹിക്കാൻ കഴിയും? എന്നിട്ട് നമ്മളതിൻ്റെ ആഴം നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ പാപത്തിൻ്റെ ചേറ്റിലായിരുന്നു. പാപത്തിൻ്റെ ആ പാപക്കുഴിയിൽ കിടന്ന ആ ചേറ്റിൽ കിടന്ന് നമ്മളെ അവിടെ നിന്നുമാണ് അങ്ങോട്ട് ഇറങ്ങി വന്നു ആ സ്നേഹം. നമ്മൾ 40-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? അവിടെ ദാവീദ് പറയുന്നത്, പിന്നെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. നോക്കുക, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വന്നു നമ്മളെ രക്ഷിക്കുവാനായിട്ട്, നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട്. നമ്മൾ ചിന്തിക്കണം ദൈവമക്കളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്നേഹം എത്ര വലിയ സ്നേഹമാണ്! ഇത്രമാത്രം വലിയ സ്നേഹം. നമ്മൾ ആ സ്നേഹത്തെ അറിയുന്നുണ്ടോ? ആ സ്നേഹത്തെ അറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ?
നമ്മൾ ആ സ്നേഹത്തെ അറിയുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. ക്രിസ്തു സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ക്രൂശ്. ആ ക്രൂശിലെ സ്നേഹം നമ്മളെ തേടി വന്നു. അങ്ങനെ നമ്മളെ നാശക്കുഴിയിൽ നിന്നും കരകയറ്റി പാറമേൽ നിർത്തി പുതിയൊരു പാട്ട് നമ്മുടെ അതരങ്ങളിൽ തന്ന് ഇന്ന് നമുക്ക് എത്ര സന്തോഷമാണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവസ്നേഹത്തെ അതിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും നമ്മൾ അറിയണമെന്നാണ് പൗലോസ്ലീഹ ഇവിടെ എഫേസ്യസിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവർ വാസ്തവത്തിൽ ദൈവസ്നേഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പൗലോസ്ലീഹ അവരുടെ മധ്യത്തിൽ പ്രവർത്തിച്ചപ്പോൾ അത് സ്നേഹത്തിൽ നമ്പർ 1 ആയിരുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ഒരു 30 വർഷങ്ങൾക്ക് ശേഷം അവിടെ സ്നേഹത്തിൽ ഉള്ളതായിട്ട് വെളിപ്പാട് 2:4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ ഒരു കുറവ് അവർക്കുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരേണ്ടവരാണ്. ആ സ്നേഹത്തിന് യാതൊരു കുറവും ഉണ്ടാകാൻ പാടില്ല. അത് ദൈവത്തിന് സഹിക്കുകയില്ല. അപ്പം കർത്താവിൻ്റെ നമ്മളോടുള്ള നമുക്ക് വ്യക്തിപരമായി പറയുമ്പോൾ, അപ്പം ഇങ്ങനെ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന പാപിയായ കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ വന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രദർശനം. അവിടെ ഒരു സ്നേഹം പറയുന്നുണ്ടല്ലോ, 1 തിമോത്തി 1:15 യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. നോക്കണേ, പൗലോസ് പറയാണ്, ആ ഒന്നാമനായ പാപിയായ എന്നോടും ദൈവത്തിന് കരുണ തോന്നി ആ ഭയങ്കരമായ ചേറ്റിൽ നിന്നും കർത്താവിനെ കരകയറ്റി. അതുകൊണ്ട് അങ്ങനെ കരകയറ്റി കഴിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ആ എന്നെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്താലാണെന്നാണ് പറയുന്നത്. നോക്കണം, അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഇന്ന് ജീവിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് ലഭിച്ച ആ സ്നേഹത്തിലാണെന്ന്. ഞാൻ ആ വാക്യം ഒന്ന് നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാം. ഗലാത്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 20-ാം വാക്യമാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്തിലത്രേ ജീവിക്കുന്നത്. നോക്കണം, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താലത്രേ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഇതാ പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്താൽ നിർബന്ധിതരായി ജീവിക്കുന്ന ഒരു ജീവിതം നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണ്? കർത്താവിന് ജീവിക്കുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ക്രിസ്തു നമ്മിൽ ജീവിക്കണം. പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ പഴയ ഞാൻ തീർന്നു. ഇല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അതാണ് ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടതൊക്കെ പറയെങ്കിലും ഇന്നും ആരാ ജീവിക്കുന്നേ? ആരുടെ ഇഷ്ടത്തിനാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം? യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനമുണ്ടോ? ഞാൻ ക്രിസ്തുവിന് ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? ഇന്ന് അനേകരും കൃപ വ്യർത്ഥമാക്കിയിരിക്കുക. അതിൻ്റെ 21-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. വൃഥാവാക്കിക്കളയാനേരും ഈ കൃപ വൃഥാവാക്കുന്നൊരു അനുഭവം അല്ല ദൈവമക്കളെ. നമുക്ക് ആ ദൈവസ്നേഹത്തെ അനുഭവിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഈ സത്യം മനസ്സിലാക്കണം. കാരണം രക്ഷിക്കപ്പെട്ട എല്ലാവരിലും എന്തുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. നമുക്കറിയാം, അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് നമ്മൾ റോമാലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ.
അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവസ്നേഹം നമ്മളിലേക്ക് പകരപ്പെട്ടിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മളിൽ വസിക്കുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പം ഇന്ന് നമുക്കറിയാം, ഈ റോമാലേഖനം തന്നെ 8:14 വായിക്കുമ്പോൾ എന്തോ വായിക്കുന്നത്? 8:14 വായിക്കുന്നത് പിന്നെ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രന്മാർ. അതെ, ദൈവത്തിൻ്റെ പുത്രന്മാരാകുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവുള്ളവരിൽ ദൈവസ്നേഹമുണ്ട്. ആ ദൈവസ്നേഹത്താൽ നമ്മൾ ഭരിച്ച് നടത്തപ്പെടണം. ചിന്തിക്കുക. കാരണം ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പം ആത്മാവുണ്ടെങ്കിൽ ദൈവസ്നേഹം നമ്മളിൽ ദൈവം പകർന്നിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ ദൈവസ്നേഹത്തിൻ്റെ നിർബന്ധം നമ്മൾക്ക് 2 കൊരിന്ത്യർ 5:14-15 വാക്യം എല്ലാ വിശുദ്ധന്മാരും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. കണ്ടോ, ഈ വാക്യമൊക്കെ എത്ര വിശുദ്ധന്മാര് വായിച്ച് ധ്യാനിക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കേണ്ടത് ആർക്ക് വേണ്ടിയാ പ്രിയമുള്ളവരെ? നമ്മൾ ഇന്നലെയും ചിന്തിക്കുകയുണ്ടായി. പിന്നെ 1 കൊരിന്ത്യർ 6:19 നാം താന്താങ്ങൾക്കുള്ളവരല്ല, നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നമ്മളെ വിലയ്ക്ക് വാങ്ങി നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ച നമ്മുടെ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങുവാൻ തൻ്റെ പരിപാവനമായ രക്തം ചൊരിഞ്ഞു. കുറ്റമില്ലാത്ത, പാവമില്ലാത്ത, പാവമറിയാത്ത വിലയേറിയ രക്തം. അതിന് ആർക്കും അതിൻ്റെ വിലമതിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഇത്രമാത്രം വില കൊടുത്ത് കർത്താവ് നമ്മളെ രക്ഷിച്ചെങ്കിൽ ആർക്കാ വില കൊടുത്തേ? പിതാവിന്. അപ്പോൾ പിതാവിന് വില കൊടുത്ത് കർത്താവ് നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ രക്ഷിച്ചു. ഇന്ന് തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് പകർന്നു. ആത്മാവിലൂടെ ദൈവസ്നേഹം പകർന്നു. ആ സ്നേഹമാണ് ഇനി എല്ലാ കാര്യങ്ങളെയും നമ്മളെ നിർബന്ധിക്കേണ്ടത്. ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹത്താൽ നടത്തപ്പെടുക തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തിൽ ചെയ്യുവാൻ കഴിയണം. സ്നേഹം നമ്മളെ നിർബന്ധിക്കണം. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞ് ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തു അത്രയും ജീവിക്കുന്നു. അതല്ലേ നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് പറയുന്നത്. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുകയും നാം എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് നമ്മൾ ചിന്തിക്കണം. ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവരെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ലേ? ഇതൊരു ചെറിയ കാര്യമല്ല പ്രിയമുള്ളവരെ. ഒരേ ഒരു ആയുസാണ്. അത് നമ്മൾ കർത്താവിനോടുകൂടെ ജീവിക്കുകയല്ല, കർത്താവിന് ജീവിക്കുക, അല്ലെങ്കിൽ കർത്താവ് നമ്മൾ ജീവിക്കുക. ഈ അനുഭവം പ്രാപിക്കാൻ തക്കോണം ദൈവസ്നേഹത്താൽ നമ്മളെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു സമർപ്പണമാണ്. അതുകൊണ്ടല്ലേ ഫിലിപ്പിയർ 1:21 പൗലോസ് പറഞ്ഞേ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ജീവിക്കുന്നത് ക്രിസ്തു. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു? ആർക്ക് വേണ്ടി ജീവിക്കുന്നു? നമ്മുടെ ജീവിതം യഥാർത്ഥമായിട്ടും നമ്മളെ വീണ്ടെടുത്ത ആ കർത്താവിന് വേണ്ടിയാണെന്ന് നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുമോ? അത് കഴിയണം. അപ്പോൾ നമുക്കറിയാം, ആത്മാവുള്ളവരിൽ കർത്താവ് പറഞ്ഞില്ലേ, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. ഇതുപോലെ ഒരു വ്യക്തി ദൈവത്തിലാണെങ്കിൽ അവനെ എങ്ങനെ തിരിച്ചറിയാം? ആത്മാവിൻ്റെ ഫലത്തിലൂടെ. ആത്മാവിൻ്റെ ഫലം എന്തുവാ? ഗലാത്യർ 5:22 നിങ്ങൾക്കറിയാം. ആത്മാവിൻ്റെ ഫലം സ്നേഹമാണ്. ആത്മാവിൻ്റെ ഫലം സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹം നമ്മളിൽ കാണണം. നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഈ വാസ്തവത്തിൽ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ നമുക്കറിയാം.
പിന്നെ യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ആ യോഹന്നാന്റെ ലേഖനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ സ്നേഹത്തിൻ്റെ എത്ര ആഴങ്ങളാണ് താൻ വർണ്ണിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഒരു വ്യക്തി ഒരു ദൈവത്തിലാണോ ഇല്ലയോ എന്നറിയുന്നത് സ്നേഹത്തെ അടിസ്ഥാനമാക്കിയ. സ്നേഹിക്കാത്ത ഒരുവൻ അവൻ ദൈവത്തിനുള്ളവനല്ല, അവൻ ദൈവത്തെ അറിയുന്നില്ല. അപ്പം ഇതിൻ്റെ എല്ലാ സാരം സ്നേഹമാണെന്നാണ്. അപ്പോൾ ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മളൊരു കാര്യം ഞാൻ പറയാം. പൗലോസ്ലീഹ അതിനെക്കുറിച്ച് ഒരു ആഴമായ പ്രകാശനം, ഈ സ്നേഹം എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്ന് 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ താൻ പറയുന്നുണ്ട്. അതിൻ്റെ 4 മുതൽ 7 വരെ 15 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെറുതായിട്ട് വേഗം വായിക്കാം. അതിൻ്റെ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, വീഴ്ചപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഓ, ദൈവസ്നേഹത്തിൻ്റെ സവിശേഷതകൾ വർണ്ണിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ഗഹനമായ കാര്യമാണ്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പൊന്നോ കൈത്താളമോ അത്രയും. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. കണ്ടോ, ഒരു പ്രയോജനവുമില്ല. ഇത്രയും വൻ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ലോകത്തിൽ ചിലപ്പോൾ ലോകക്കാർ നമ്മളെ പ്രശംസിച്ചെന്ന് വന്നേക്കാം. ഓ, അദ്ദേഹം എത്ര ഭക്തനാണെന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷേ പ്രിയമുള്ളവരെ, നിത്യതയിൽ നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. നമ്മളത് മനസ്സിലാക്കണ്ടേ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ ആത്മാവിനാലും ആത്മീയ നടത്തിപ്പിനാലും സ്നേഹത്തിലൂടെയും ചെയ്യണം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം ചെയ്യുവാൻ എന്നൊരു മലയാളം പാട്ടുണ്ട്. എനിക്ക് മലയാളം പാട്ട് വളരെ കുറച്ചേ അറിയുള്ളൂ. എങ്കിലും ഞാൻ പറയുക, എല്ലാ കാര്യങ്ങളും നമ്മൾ 1 കൊരിന്ത്യർ 6:14 വായിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുന്ന. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? മാത്രമല്ല, ഗലാത്യ ലേഖനത്തിൽ 5 അധ്യായം 13 വാക്യം അതിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത് സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ എന്നാണ്. സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. നോക്കുക. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്നേഹത്തിലായിരിക്കണം. അതാ വിഷയം. നമ്മൾ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ശോധന ചെയ്യപ്പെടും. 1 കൊരിന്ത്യർ 3:11 മുതൽ 15 വരെ അവിടെ പറയുന്ന കാര്യങ്ങൾ അത് തീയിലൂടെ ശോധന ചെയ്യപ്പെടുക. നമ്മളല്ല, നമ്മുടെ പ്രവൃത്തികൾ. അപ്പോൾ അത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. നോക്കണം. ഇപ്പം നമ്മൾ വായിച്ചല്ലോ, സ്നേഹത്തിൽ ചെയ്യാതെ നമുക്ക് അനേക കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതെല്ലാം അവിടെ കത്തിപ്പോവും. എന്നാൽ സ്നേഹത്തിൽ ചെയ്തത് അത് സ്വർണവും വെള്ളിയും വിലയേറിയ കല്ലുമാണ്. എന്ന് പറയാൻ സ്വർണം നമുക്കറിയാം, ദിവ്യ സ്വഭാവത്തെ അല്ലെ ദൈവസ്നേഹത്തെ ദൈവത്തിൻ്റെ പ്രേരണയാൽ ചെയ്തതാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം വെള്ളി. വിലയേറിയ കല്ലുകൾ നമ്മളെ ദൈവം വിലയേറിയ കല്ലുകളാക്കി മാറ്റി. അപ്പോൾ ഇവിടുത്തെ അർത്ഥം എന്ന് പറയുമ്പോൾ ദൈവാത്മാവിനാൽ ദൈവസ്നേഹത്തിൽ ചെയ്തതിന് മാത്രം അല്ല, ഒന്നുകൂടെ ആഴ്ത്തി പറഞ്ഞാൽ കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിഞ്ഞ പ്രവൃത്തികൾക്ക് മാത്രം പ്രതിഫലം. നമ്മളതിനെ ഒന്ന് ആഴ്ത്തി മനസ്സിലാക്കണേ. ഞാൻ ചെയ്യുകയായിരുന്നോ അതോ എന്നിലൂടെ കർത്താവ് ചെയ്യുകയായിരുന്നോ? അതാ നമ്മൾ മനസ്സിലാക്കണ്ടേ. കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ കർത്താവിലൂടെ പിതാവ് ആ പ്രവൃത്തി ചെയ്തത്. പിതാവിൻ്റെ ആ ഭാഷണമാണ് താൻ കൊടുത്തത്. ഇതാ ദൈവമക്കളെ,
ഒരു ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ വളരെ ലഘൂകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിന് ശരിയായ നിലയിൽ ജനം മനസ്സിലാക്കുന്നില്ല. അപ്പം നമുക്ക് ആ നിത്യതയുടെ കാഴ്ചപ്പാട് പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടിയ ഒരുക്കങ്ങളാണ് നമ്മൾ ഈ ചെറിയൊരു ആയുസ്സിൽ ചെയ്യേണ്ടത്. അതിന് നമ്മളെ ദൈവത്തിന് അവൈലബിളായി ലഭിക്കണം. ഇന്ന് പലപ്പോഴും ദൈവത്തിന് നമ്മളെ ലഭിക്കുന്നില്ല എന്നുള്ള സത്യം. അപ്പോൾ നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പാത്രമായി തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ലോകപ്രസിദ്ധനായി തീരുവാനൊന്നും അല്ല ദൈവം നമ്മളെ വിളിച്ചേ. അപ്പം നമുക്ക് ശരിയാവണ്ണം കർത്താവിൻ്റെ കരങ്ങളിൽ നാം ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നൊരു സ്വയശോധന. ആ പ്രവർത്തനങ്ങളെല്ലാം ദൈവ സ്നേഹത്തിലായിരിക്കും, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ആയിരിക്കും. ആത്മാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് ദൈവ സ്നേഹത്തിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം ഓർപ്പിക്കാം. നമ്മൾ സ്നേഹിക്കുന്നു എന്ന് കർത്താവിന് വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവം തൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കൂ. നമുക്കറിയാം, പത്രോസും മറ്റു ശിഷ്യന്മാരും കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കണ്ടതിന് ശേഷം പോലും അവർ വള്ളവും വരെയൊക്കെ എടുത്ത് മീൻ പിടിക്കാൻ പോയതാണ്. എന്നാൽ ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല. എടേ, ഇവരിത്രമാത്രം അവിശ്വസ്തരാണോ, വിശ്വാസവഞ്ചകന്മാരാണോ? അവരെയൊന്നും കർത്താവ് ചിന്തിച്ചില്ല. കർത്താവ് അവരെ തേടി പോവുകയാണ്. നമ്മൾ ചിന്തിക്കണം. അവിടെ കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു കാര്യം, പത്രോസേ, നിനക്ക് എന്നെ വേണ്ടായിരിക്കാം, എന്നാൽ എനിക്ക് നിന്നെ വേണമെന്നാണ്. എനിക്ക് നിന്നെ വേണം. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, പത്രോസേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യോഹന്നാൻ 21:15-17 വാക്യം, നീ ഇവരിലധികമായി അല്ലെങ്കിൽ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നമുക്ക് രണ്ട് രീതിയിലും എടുക്കാം. അവിടെ നിൽക്കുന്ന മറ്റ് ശിഷ്യന്മാർ, അവിടെ ആയിരിക്കുന്ന വള്ളം, വല, മീൻ, ഇതിലെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതാ പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മോട് ചോദിക്കാനുള്ളൊരു കാര്യം അതാ. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് വാസ്തവമായും പറയാൻ കഴിയുമോ? അങ്ങനെ സ്നേഹിക്കുന്നവരെയാണ്, കാരണം 1 കൊരിന്ത്യർ 8:3 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് അറിയുന്നു. നിശ്ചയമായിട്ടും പ്രിയമുള്ളവരെ, അങ്ങനെ സ്നേഹിക്കുന്നവരെ തൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്കാനും പറഞ്ഞുകൊണ്ട് പത്രോസിന് വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. നമ്മുടെയും വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഈ ചെറിയൊരു ആയുസ്സിൽ ദൈവം നമ്മളെ ഫലമേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവം എല്ലാവർക്കും കൊടുക്കില്ല, അത് സ്നേഹിക്കുന്നവർക്കാണ്. പൗലോസിൻ്റെ ഭാഷയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, 2 തിമോത്തി 1:12 വിശ്വസ്തനെന്ന് എണ്ണി. നമുക്ക് വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുവാനുള്ള ഒരു സമർപ്പണമുണ്ടെങ്കിൽ, അപ്പോൾ ഏറ്റവും വലിയ കാര്യം അത് നമ്മൾ ദൈവസ്നേഹത്തിലെല്ലാം ചെയ്യണമെന്നുള്ളതാണ്. നമുക്കറിയാം, പരീശനായ ശിമോൻ്റെ വീട്ടിലെ ദൈവം അവിടെ ഭക്ഷണത്തിന് വിളിച്ചിട്ട് അവിടെ ഒരു പാപിനിയായ സ്ത്രീ വന്ന് തൻ്റെ കാൽക്കൽ കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകി, തൻ്റെ വിലപ്പെട്ട മുടി കൊണ്ട് പാദങ്ങൾ തുടച്ചു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ആ ശിമോൻ ഉള്ളിൽ പറഞ്ഞു, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ആ സ്ത്രീയെ മനസ്സിലാക്കി അവളെ പറഞ്ഞു വിടുമായിരുന്നു. ഇവൻ്റെ ചിന്ത ദൈവം കണ്ടു, കർത്താവ് കണ്ടു. അവിടെ കർത്താവ് ഒരു ദൃഷ്ടാന്തം പറയുക, ഒരു വ്യക്തി നമുക്ക് മനസ്സിലാകത്തക്ക ഭാഷയിൽ ഒരു 10 കോടി രൂപ കടപ്പെട്ടു, വേറൊരുത്തൻ ഒരു 5000 രൂപ കടപ്പെട്ടു. 2 പേർക്ക് ഇളച്ചു കൊടുത്തു. ഇവരിൽ ആരധികം സ്നേഹിക്കും? പരീക്ഷന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, അതെ, ആ കൂടുതൽ ഇളച്ച് കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കും. നോക്കണേ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സ്നേഹത്തെ ദൈവം അളക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ എത്രമാത്രം വലിയ സ്നേഹത്തിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ദൈവം അളക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ആ ദൃഷ്ടിയിലൂടെ ഓരോ കാര്യങ്ങൾ കാണുവാൻ കഴിഞ്ഞെങ്കിൽ എത്രയായിരുന്നു. എന്നിട്ട് അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ആ ലൂക്കോസ് 7:47 അവിടെ വായിക്കുന്നു, ഇവൾ അധികമായി എന്നെ സ്നേഹിച്ചു. വളരെ വിലപ്പെട്ട ഒരു വാക്യമാണ്. അപ്പം അധികം സ്നേഹിച്ചവൻ, അധികം വിളച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കും. അതാണല്ലോ അവിടുത്തെ വിഷയം. അതിൻ്റെ ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോഹിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ച് കിട്ടിയവൻ
അല്പം സ്നേഹിക്കുന്നു. പിന്നെ അതിൻ്റെ 48-ാം വാക്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിത്തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, അവൾ പാപക്ഷമ പ്രാപിച്ചവളായി മടങ്ങി. നോക്കുക പ്രിയമുള്ളവരെ, എത്ര വിലപ്പെട്ട കാര്യമാണ്, എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മുടെ കർത്താവ് എത്ര സ്നേഹവാനാണ്, നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു. കർത്താവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് ഇസ്കരിയോത്ത യൂദ മറ്റുള്ളവർക്ക് അടയാളം കൊടുത്ത് ഞാൻ ആരെ ചുംബിക്കുന്നോ അവൻ തന്നെയാണ്. യൂദ അവരുടെ മുമ്പിൽ വന്ന് കർത്താവിനെ കെട്ടിപ്പിടിച്ച് ഗുരു എന്ന് പറഞ്ഞുകൊണ്ട്, കേട്ടോ എത്രമാത്രം. ഈ ഇസ്കരിയോത്ത യൂദ ഒരിക്കലും കർത്താവെ എന്ന് യേശുവിനെ വിളിച്ചിട്ടില്ല, ഗുരു എന്ന് മാത്രം. നോക്കുക, എന്ന് പറഞ്ഞ് ചുംബിക്കുക. അവിടെ കർത്താവ് ഉടനെ പറയുന്ന ആ വാക്യം ഏത് ഹൃദയത്തെയാണ് പ്രിയമുള്ളവരെ കീറി മുറിക്കാത്തത്? നമ്മൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 26-ാം അധ്യായം അതിൻ്റെ 50-ാം വാക്യത്തിൽ കർത്താവ് അവനെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? യേശു അവനോട് റബ്ബി വന്ദനമെന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്ത്? സ്നേഹിത, ഓ അവൻ ഒറ്റിക്കൊടുക്കുകയാണെന്ന് കർത്താവ് അറിയാം. നമ്മളെ അങ്ങനെ ഒരാൾ ചതിക്കുകയാണെങ്കിൽ, വഞ്ചിക്കുകയാണെങ്കിൽ, ദുഷിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് എന്തായിരിക്കും പറയുന്നത്? സ്നേഹിത എന്ന് പറയുമോ? അതാ പ്രിയമുള്ളവരെ, എല്ലാവരോടും ക്ഷമിക്കുന്ന, എല്ലാവരെയും സഹിക്കുന്ന ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായിത്തീരുന്നത് എത്ര നല്ലതാണ്. ഓരോ ദിവസവും നമ്മൾ വളരണം. കർത്താവിലുള്ള വളർച്ച അത് ദൈവസ്നേഹത്തിലുള്ള വളർച്ചയാണ്. സ്നേഹത്തിലൂടെ എല്ലാം കാണണം, സ്നേഹത്തിലൂടെ എല്ലാം പറയണം, സ്നേഹത്തിലൂടെ എല്ലാം ചെയ്യണം. നിത്യതയ്ക്ക് അതിനേറിയ പ്രതിഫലമാണ്. അപ്പം പൗലോസ്ലീഹ എഫേസ്യ സഭയെക്കുറിച്ച് ആഗ്രഹിച്ചത് പരിജ്ഞാനത്തെ കഴിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിങ്ങൾ അറിയണം. അറിയാൻ മാത്രം പോരാ, അതനുസരിക്കണം. അറിവ് ചീർപ്പിക്കും എന്ന് നമുക്കറിയാം. എന്നാൽ ഈ ആത്മീയ പരിജ്ഞാനം നമ്മളെ വീണ്ടും വിനയാന്വിതരാക്കി മാറ്റും. അപ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹത്താൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കണം, ദൈവസ്നേഹത്താൽ നിർബന്ധിതരായിട്ടാണോ ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഈവൻ ദൈവവചനം വായിക്കുന്നത് പോലും ആത്മാർത്ഥതയോടുകൂടിയാണോ? ആ ദൈവസ്നേഹത്തിലാണോ? പ്രാർത്ഥനയിൽ പോലും ആ ആത്മാർത്ഥത കാണിക്കണം. സുവിശേഷീകരണം നമ്മുടെ ആത്മാർത്ഥതയിൽ ആ ദൈവസ്നേഹത്തിൽ ചെയ്യുന്നുണ്ടോ? അതേ ദൈവമക്കളെ, എല്ലാ ദൈവമക്കളും വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. നീ ഒരു ദൈവവൈദ്യരാണെങ്കിൽ നിശ്ചയമായും ഈ ദൈവസ്നേഹമാണ് ഈ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ ആ ദൈവസ്നേഹം പ്രാപിച്ചൊരു വ്യക്തി ആ ദൈവസ്നേഹത്താൽ ഭരിക്കപ്പെടണം, നിയന്ത്രിക്കപ്പെടണം. അങ്ങനെ ആ സ്നേഹം, പരിജ്ഞാനത്തെ കവിയുന്ന ആ ദൈവസ്നേഹത്തിൽ നാം എപ്പോഴും ആയിരിക്കണം. അങ്ങനെ ഒരു വിജയകരമായ ജീവിതം നയിച്ചുകൊണ്ട് എപ്പോഴും സ്വർഗീയ സന്തോഷത്തിൽ ആത്മാവിൻ്റെ ആ ഫലമുള്ളവരായി, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. എത്ര അനുഗ്രഹിക്കേണ്ട കാര്യമാണ്. ആത്മാവിലാണെങ്കിൽ ഈ ഫലങ്ങളെല്ലാം നമ്മളിൽ എപ്പോഴും കാണണം. അത് നമ്മൾ പരിശോധിക്കണം, എന്നിൽ ഈ ഫലങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ എനിക്ക് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഞാനല്ല ക്രിസ്തുവിനും ജീവിക്കുന്നുവെന്ന് നമുക്ക് പറയുവാൻ നമുക്ക് പ്രാഗൽഭ്യമുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് നമുക്ക് ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ പരിജ്ഞാനത്തെ, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളും അതിൻ്റെ ഉയരവും വീതിയും നീളവും അറിഞ്ഞ് ആ സ്നേഹത്തിൽ വസിച്ചെല്ലാം ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.